കേന്ദ്ര സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ പല സമയത്തും പല തരത്തിലും ഒന്ന് തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് നിയമപരമായിട്ടും ഭരണഘടനാപരമായിട്ടും ഒക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് നടക്കാതെ വന്നതോടെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളെ അത് ഉയർത്തിക്കൊണ്ടുവരികയും അതിൽ കേന്ദ്രം എടുക്കേണ്ട നിലപാടെടുക്കാതെ കേന്ദ്രം തരേണ്ട തുക തരാതെ ഇതൊക്കെ സംസ്ഥാനത്തിന്റെ പ്രശ്നമാണെന്ന് പരുത്തി തീർത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ഇളക്കി വിടാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ നമ്മൾ കണ്ടതാണെങ്കിൽ അത് കുറച്ചുകൂടി കടം വിട്ടായിക്കൊണ്ട് കേന്ദ്രം തരേണ്ട തുക തരാതെ പോലും ഇപ്പോൾ സംസ്ഥാനത്തിനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ കേന്ദ്രം സബ്സിഡിയായി ഈ സാമൂഹ്യ പെൻഷനിൽ സബ്സിഡിയായി തരേണ്ട തുക അത് 200 രൂപ മുതൽ 400 രൂപ വരെയായിരിക്കും. അത് കേന്ദ്രം തരേണ്ടതാണ്, അവർക്ക് തരാൻ പറ്റില്ല, സംസ്ഥാനത്തോട് അത് ഇട്ടിട്ട് പിന്നെ നിങ്ങളത് വാങ്ങിക്കൊള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത്. നമ്മൾ ആ തുക കേന്ദ്രത്തിന് അടച്ചിട്ട് പോലും കേന്ദ്ര സർക്കാർ ആ പണം പാവപ്പെട്ട നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് പറയുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ടിലൂടെ പെൻഷൻ ലഭിക്കുന്ന 62,000 പേർക്ക് കേന്ദ്രം തുക നൽകാനുണ്ട്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 1 മുതൽ ഈ ക്ഷേമ പെൻഷനിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMA അതായത് പബ്ലിക് ഫിനാൻസ് മാനേജ്മെന്റ് എന്ന സിസ്റ്റം വഴി ആക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് കേന്ദ്ര വിഹിതം എല്ലാ മാസവും ഈ സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ എത്തുമെന്നാണ് കേന്ദ്രം അന്ന് പറഞ്ഞിരുന്നത്. ആകെ 6.8 ലക്ഷം പേരുടെ വാർദ്ധക്യ ഭിന്നശേഷി വിധവ പെൻഷനുകളാണ് കേന്ദ്ര വിഹിതം നൽകേണ്ടത്. അത് 200 രൂപ മുതൽ 500 രൂപ വരെയാണ്. വിവിധ വയസ്സിലുള്ളവർക്ക് കേന്ദ്ര വിഹിതം നൽകുന്നത് ഇതുവഴിയാണ്. ഇതിൽ ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ ലഭിക്കുന്ന 1,94,000 പേരുടെ വിഹിതം 2 വർഷത്തിലേറെയായി കേന്ദ്രം മുടക്കിയിരിക്കുകയാണ്. ഇതേ തുടർന്ന് പെൻഷൻ മുടങ്ങാതിരിക്കാൻ കേന്ദ്ര വിഹിതം കൂടി സംസ്ഥാനം നൽകുന്ന ഒരു നീക്കമുണ്ട്. തുടർന്ന് സംസ്ഥാനം അത് റീഇംബേഴ്സ് ചെയ്ത് വാങ്ങിയെടുക്കുന്ന നിലപാടാണ്. എന്നിട്ട് പോലും ആ പണം കൃത്യമായി കൊടുക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് അവർക്ക് സംസ്ഥാനത്തോടുള്ള ഒരു ദേഷ്യം എന്ന കാര്യം അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. കേന്ദ്രം തരേണ്ട ധനസഹായമുണ്ട്, അല്ലെങ്കിൽ കേന്ദ്രം അതിൽ ഇടാനെന്ന് പറഞ്ഞിരിക്കുന്ന സാമൂഹ്യ പെൻഷനിൽ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന തുകയുണ്ട്. ആ തുക തരുന്നില്ല എന്ന് മാത്രമല്ല, ആ തുക കേരളത്തോട് നിങ്ങൾ അടച്ചോളൂ, നിങ്ങൾക്ക് പിന്നീട് തിരിച്ചു തരാമെന്ന് പറയുമ്പോൾ കേന്ദ്രം ആ തുക അടയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ആ തുക പോലും വാങ്ങി വെച്ചിട്ട് കേന്ദ്രം ഈ പറയുന്ന പെൻഷൻകാർക്ക് പണം കൊടുക്കാതിരിക്കുന്ന സമീപനമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസത്തെ കേന്ദ്ര വിഹിതം മാർച്ച് 15-ന് കേരളം കൈമാറിയതാണ്. അതിൽ 62,000 പേരുടെ തുക ബാങ്ക് അക്കൗണ്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രയും തുക കൂടി കേന്ദ്രം മുക്കിയിരിക്കുകയാണ്. ഓർക്കുക, ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. ഇത് മതി BJP നേതാക്കൾക്ക് പറയാൻ. 62,000 പേരുടെ പെൻഷൻ നിങ്ങൾ മുടക്കിയില്ലേ, അത് പിണറായി സർക്കാരിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് വോട്ട് പിടിക്കാൻ ഇത് വളരെയധികം ധാരാളമായ സംഭവമാണ്. പക്ഷേ എന്താണ് ഇതിന്റെ വസ്തുത? 62,000 പേർക്ക് കേന്ദ്രം തരേണ്ട പണം കൂടി സംസ്ഥാനം ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും കേന്ദ്രം ആ പണം വിഡ്രോ ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കൃത്യമായ ഒരു രാഷ്ട്രീയം അവർക്ക് ഇതിനുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. 2021 ജനുവരി മുതൽ സംസ്ഥാനം നൽകിയ കേന്ദ്ര വിഹിതം കുടിശ്ശികയായിരുന്നു. ഇത് ലഭ്യമാക്കണമെന്ന് സംസ്ഥാനം നിരന്തരം ആവശ്യപ്പെട്ടതോടെ 2023 ജൂൺ വരെയുള്ള കേന്ദ്ര വിഹിതമായ 602 കോടി രൂപ കഴിഞ്ഞ ഒക്ടോബറിലാണ് സംസ്ഥാനം നൽകിയിരിക്കുന്നത്. 2021 ജനുവരി മുതലുള്ള സംസ്ഥാനം നൽകിയ ഈ കേന്ദ്ര വിഹിതം അത് ഒരുപാട് നാൾ പുറകെ നടന്നിട്ടാണ് ഏറ്റവും ഒടുവിൽ ജൂണോടുകൂടി 602 കോടി രൂപ നമുക്ക് സംസ്ഥാനത്ത് നൽകിയത്. അത് മാത്രമല്ല, ഇതിന് ശേഷമുള്ള മാസങ്ങളിലെ തുക ഇതുവരെ ലഭിച്ചിട്ടുമില്ല. എന്നിട്ടും മുടക്കമില്ലാതെ കേന്ദ്ര വിഹിതം ഉൾപ്പെടെ വിതരണം ചെയ്യുന്നുണ്ട് സംസ്ഥാന സർക്കാർ എന്ന് പറയുമ്പോൾ കൃത്യമാണ് നിലപാട്. നിങ്ങൾക്ക് തരേണ്ട പണം, ഇല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഇല്ലെങ്കിൽ പെൻഷനായി കൊടുക്കേണ്ട പണം, ആ പണം ഞങ്ങൾക്ക് ഇപ്പോൾ തരാൻ കഴിയില്ല. നിങ്ങൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, ഞങ്ങളുടെ വിഹിതവും കൂടി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരൂ, ഞങ്ങൾ ഒരുമിച്ച് തിരിച്ച് അടച്ചു തരാം, നിങ്ങൾക്ക് ബാക്കി പണം ഞങ്ങൾക്ക് തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേന്ദ്രം കേരളത്തിൽ നിന്ന് പണം വാങ്ങിയിരിക്കുന്നത്. പക്ഷേ പണം വാങ്ങിയ ശേഷം കേന്ദ്രത്തിന്റെ മുഖം വല്ലാതെ മാറുന്നുണ്ട്. നമ്മളെ ഇന്ന് വിഹിതമായി വാങ്ങിയ പണവും തരുന്നില്ല, ഇനി നമ്മൾ അടച്ച പണത്തിന്റെ കേന്ദ്രത്തിന്റെ വിഹിതവും ചേർത്ത് നമ്മൾ അടച്ച പണം അത് കൃത്യമായി ഈ പറയുന്ന ഈ പെൻഷൻ വാങ്ങുന്നവരുടെ അക്കൗണ്ടിലും എത്തുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ചുരുക്കം പറഞ്ഞാൽ ഈ ക്ഷേമ പെൻഷൻകാരെ എങ്ങനെയെങ്കിലും ഒക്കെ തന്നെ സമ്മർദ്ദത്തിലാക്കി ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്യിക്കാനുള്ള നീക്കമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു പ്രബുദ്ധ കേരളമാണ്, അവർ കാര്യങ്ങൾ മനസ്സിലാകും. ഈ 68,000 പേർക്ക് പെൻഷൻ കൊടുക്കാതിരിക്കാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം, ആ നീക്കത്തെ ഏത് അറ്റം വരെയും പോയി പോരാടാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ലോക്സഭയിൽ ഇതൊരു പ്രചരണം ആയുധമാക്കാനുള്ള BJPയുടെ തന്ത്രത്തിന്റെ ഭാഗമായി മാത്രമേ കേന്ദ്രത്തിന്റെ ഒരു നീക്കത്തെ കാണാൻ കഴിയുള്ളൂ.